ഇതുപോലെ പ്രക്ഷുബ്ധമാണ് കടലെന്നും. തീരപ്രദേശങ്ങളിലെ നിരവധിയായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ താമസിച്ചിരുന്നത് കടലാക്രമണ ഭീഷണിയിൽ. മുറ്റം വരെ വെള്ളമെത്തും. ഏതു നിമിഷവും കടലെടുക്കാമെന്ന ഭീഷണിയിൽ ഉറങ്ങാതിരിക്കും. ഈ പൊളിഞ്ഞ വീടുകളാണ് ഇവർ അനുഭവിച്ച ഒരു കാലഘട്ടത്തിന്റെ അനുഭവ സാക്ഷ്യം. ഇനിയുമുണ്ട് കഥകൾ. പറഞ്ഞാൽ അവിശ്വസനീയമായി തോന്നും. വീടുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധിയായ മത്സ്യത്തൊഴിലാളികൾ ഒന്നിച്ച് താമസിച്ചിരുന്നത് ഈ ഗോഡൌണിലാണ്. തുണികൾ കൊണ്ട് മറച്ച് മുറികളുണ്ടാക്കി അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വർഷങ്ങൾ. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ശല്യവും പാറ്റാനും പല്ലിയും പാമ്പുകളും ഭയങ്കര ശല്യമായിരുന്നു. പിന്നെ അവിടെ അവർ മാറ്റി പിന്നെ വാടക തന്നു. ഇവിടെ നിന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ്. 1 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം. ദേശീയപാതയ്ക്കും വിമാനത്താവളത്തിനും നടുവിലുള്ള മുട്ടത്തറ. പറയാനുള്ളത് ദുരിത കഥയല്ല, മറിച്ച് കടലാഴങ്ങളോളം അനുഭവിച്ച മനുഷ്യർ ഇന്ന് എവിടെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ്. ഇതാണ് 332 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ സ്വർഗരാജ്യം. തീരപ്രദേശത്തുണ്ടായിരുന്ന പകുതിയിലധികം പേരെയും സംസ്ഥാന സർക്കാർ പുനർഗേഹം പദ്ധതി പ്രകാരം പുനരധിവസിപ്പിച്ചു. ഇന്നീ പാവപ്പെട്ട മനുഷ്യർക്ക് കയറിക്കിടക്കാൻ ഒരിടമുണ്ട്. സമാധാനത്തോടെ കടലിനെയും കാറ്റിനെയും പേടിക്കാതെ കഴിയാൻ പറ്റുന്നുണ്ട്. അയ്യോ, എൻ്റെ മക്കളൊരമ്മ മഴ പെയ്ത് നമ്മൾ അറിഞ്ഞില്ല അമ്മ. ഇത്രയും വർഷം ഞങ്ങൾ മഴയെ പേടിച്ച് തന്നെയാണ് കഴിയുന്നത്. വാടക വീട്ടിലായിരുന്നാലും ആ മഴയെ ഞങ്ങൾ അന്നും പേടിച്ചേനെ. പള്ളിക്കുടത്താക്കൾ 4 മാസം വരെ കിടന്നു പൂന്തറ കിടന്ന് പേടിച്ചൊക്കെ. ഈ കൊറോണ ഈ സുനാമിയൊക്കെ വന്നപ്പോൾ നമ്മുടെ പള്ളിക്കുടത്താണ് കിടന്ന് ഉറക്കുക. തന്ന വലിയ പുണ്യം അമ്മ തന്നത്. ഭവനം തന്ന് ഒരുക്കി തന്നെങ്കിൽ നന്ദി അമ്മ. കടലിൽ ജോലി ചെയ്യുന്നതാണ് ഞാൻ. അപ്പോൾ നമ്മൾ കടലിൽ ജോലി ഇല്ലെങ്കിൽ വേറെ കൂലിപ്പണിക്ക് പോകും. അപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ എത്ര ശ്രമിച്ചാലും ഞാൻ മരിക്കുന്നതിന് ഒരു വീട് വയ്ക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും കടലാക്രമണ ഭീഷണി നേരിടുന്ന മനുഷ്യർ പുറത്തുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇവിടെയുള്ളവരും പരാതിയും പരിഭവവും പറയുന്നുണ്ട്. പക്ഷേ ഒരു പറ്റം കടലിന്റെ മക്കൾ ഇന്ന് സുഖമായി ഉറങ്ങുന്നു. പുതിയ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. ഒരു ജീവിതകാലത്തിന്റെ സമ്പാദ്യമെന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനും രാഹുലിനുമൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.